ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല. ചാച്ചൻ എന്നെ കേൾക്കുന്ന പോലും. നമുക്കിത് അവസാനിപ്പിക്കാം. നീ എവിടെ ഇരിക്കി, ഞാൻ നിസ്കരിച്ചിട്ട് വരാം. മൂപ്പരേ ഒരു വഴി കാണിച്ചു തരും. എന്നാ വാ, നമുക്ക് ഫുഡ് കഴിക്കാം. ഏയ്, നിങ്ങൾ കഴിക്കും. എനിക്ക് പേടിയാവുന്നു ബി. ഒരുപാട് പ്രഷർ ചെയ്താൽ ചാച്ചൻ എന്നെ എവിടേക്കെങ്കിലും പറഞ്ഞു വിടും. അമ്മച്ചി കുറേ നേരം സംസാരിക്കുന്നുണ്ടായിരുന്നു. അവസാനമായി എന്നെ കൊണ്ട് ഇത് പറ്റുമെന്നാ. നീ എൻ്റെ കൂടെ ഇറങ്ങി വന്നുകൊണ്ട് വല്ല കാര്യമുണ്ടോ? നീ സമാധാനിക്കും, നാളത്തോട് തീരുമാനം ഉണ്ടാക്കാം. ഓക്കെ? മൗനമായി പതിയെ നീ വർഷമേ ചൊരിയു നീ, പ്രണയമായി അരികിൽ നീ നിഴലു പോലണയു നീ. മൗനമായി പതിയെ നീ വർഷമേ ചൊരിയു നീ. ഹൃദയം പിടയ്ക്കുന്ന കാലമേ, മൺതരികളിൽ ചുംബിക്കാനോളമായി വാരിതിൽ നിറയും മഴത്തുള്ളികൾ, ഓർമ്മ പോൽ പടരുന്ന ശ്വാസമായി പറയാതെ അകലുന്ന നേരം, നിറയുന്ന വാനിതിൻ ചേരിൽ മൊഴികളും ചെരികളും. മൊഴികളും ചെരികളും. അന്നെ പറഞ്ഞുകൊണ്ട് വന്നാന്ന് വിചാരിക്കരുത്. അവൾക്ക് പേടിയാണ്. പരസ്പരം ഇഷ്ടപ്പെട്ടവരല്ലേ ചാച്ച ഒരുമിച്ച് ജീവിക്കേണ്ടത്. അന്നെ എത്ര സുന്ദരിയാണ്. ഞാൻ അവളെ ആഗ്രഹിച്ചിൽ തെറ്റുണ്ടോ ചാച്ച? നിങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ചാൽ അവള് എന്നോടൊപ്പം ഇറങ്ങി വരാമെന്നാണ്. പക്ഷെ അത് നടക്കാൻ പാടില്ല ചാച്ച. ചാച്ചനൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞങ്ങളുടെ മക്കള് അപ്പാപ്പനെയും അമ്മാമ്മയും കാണാതെ, നിങ്ങളുടെ സ്നേഹവും ലാളനയും ഒന്നും ലഭിക്കാതെ വളരുന്നത് വലിയ സങ്കടമുള്ള കാര്യമാണ് ചാച്ച. എല്ലാ രക്ഷിതാക്കളും മക്കൾക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുള്ളൂ. പക്ഷേ നിങ്ങളൊക്കെ മക്കളെ തനിച്ചാക്കി പോകും. പിന്നെ ഒന്ന് കരയാൻ പോലും കഴിയാതെ അവർ സ്വന്തം ഇഷ്ടം സഹിച്ച് ജീവിക്കേണ്ടി വരും. ഇനി പറയുന്ന മതമോ കൂട്ടരോ ആരും കാണില്ല അവളെ വന്ന് സമാധാനിപ്പിക്കാൻ. അന്നയെ ഞാൻ സ്നേഹിച്ചതുപോലെ ആരും അവളെ സ്നേഹിക്കില്ല എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷേ
അവളെ സ്നേഹിച്ച പോലെ ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല മാമ. ഈ കൈകളിൽ നിങ്ങൾ അവൾക്ക് കൊടുത്ത ധൈര്യവും സംരക്ഷണവും ഇനി ഞാൻ കൊടുക്കാം. അവൾ മറ്റൊരു വിവാഹം ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കുമെന്ന് ചാച്ചന് തോന്നുന്നുണ്ടോ? ഉബൈദ്, ചായ തണുക്കും. താൻ പാടോ, കേറി. മതം കൈയാളുന്ന ലോകം ഇഷ്ടപ്പെട്ടതിനെയും എതിർക്കുമ്പോൾ പിന്നെ മനുഷ്യൻ എന്തു മൂല്യമാണ് നൽകപ്പെട്ടിരിക്കുന്നത്? മക്കൾക്ക് വേണ്ടി എന്തും ത്യജിക്കുന്നവർ അവരുടെ പങ്കാളിയെ സ്വീകരിക്കുന്നതിൽ സമൂഹത്തെ ഭയക്കുന്നത് പോലെ അസ്വാഭാവികമായ മറ്റൊന്ന് തൻ്റേതല്ലാത്ത ജീവിതം അവസാനിപ്പിക്കുന്നത് മാത്രമായിരിക്കും. ഇഷ്ടങ്ങൾക്കൊപ്പം നിൽക്കാൻ ഇഷ്ടങ്ങളെ നമ്മൾ പ്രണയിച്ചു തുടങ്ങും.